ഹലോ ഹായ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ബ്രോക്കലി സൂപ്പാണ്. ബ്രോക്കലി ഇഷ്ടമില്ലാത്തവർക്ക് പോലും ഈ സൂപ്പ് ഇഷ്ടപ്പെടും കേട്ടോ. അത്രയ്ക്ക് ടേസ്റ്റാണ്. ക്രീമി ആൻഡ് സിമ്പിൾ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ബ്രോക്കലി സൂപ്പ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നോക്കാം. ഞാൻ വിനീത. വെൽക്കം ബാക്ക് ടു വിനീസ്ഡൈൻ. ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തിരിക്കുകയാണ്. ഇനി അതിലേക്ക് ചോപ്പ് ചെയ്ത ഗാർലിക് ഇട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഗാർലിക് ചോപ്പ് ചെയ്ത് ഇട്ട് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്ക് 2 ടേബിൾ സ്പൂൺ സവാള ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം. ഇനി അത് നന്നായി ഇളക്കി യോജിപ്പിച്ചൊന്ന് സോട്ട് ചെയ്തെടുക്കാം. സവാള ഒന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് അതിലേക്ക് ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു മീഡിയം സൈസ് ബ്രൊക്കോളി ചേർത്ത് കൊടുക്കാം. ബ്രൊക്കോളിയുടെ ആ തണ്ടിൻ്റെ ഭാഗമൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട്. മൂത്ത തണ്ടല്ല, നമ്മൾ ആ ഫ്ലവറിനോട് ചേർന്നുള്ള തണ്ടിൻ്റെ ഭാഗമൊക്കെ ചെറിയ പീസസായി കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് സോട്ടായി വരട്ടെ. കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് നന്നായിട്ട് സോട്ട് ചെയ്തെടുക്കാം. ചിലർ ഇതിൽ ഉരുളക്കിഴങ്ങൊക്കെ ചേർത്തുണ്ടാക്കാറുണ്ട്. പക്ഷേ ആ കുറച്ച് തണ്ടിൻ്റെ ഭാഗമൊക്കെ ചേർന്ന് വരുമ്പം അത്യാവശ്യം കൊഴുപ്പുള്ള ഒരു ക്രീമി ആയിട്ടുള്ള ഒരു സൂപ്പായി വരും. ഇപ്പം നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഞാൻ അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ഇത് ഒന്നുകൂടെ നന്നായി ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ചൂടായി വരുമ്പോൾ ഇനി നമുക്ക് ഓഫ് ചെയ്യാം. ഇപ്പം നന്നായിട്ട് സോട്ടായി വന്നിട്ടുണ്ട്. ഇപ്പം തീ ഓഫ് ചെയ്തു. ഇനി അതിൽ നിന്ന് ആ ഫ്ലവറിൻ്റെ ഭാഗങ്ങൾ കുറച്ച് 1 ടേബിൾ സ്പൂൺ ഞാൻ എടുത്ത് മാറ്റി വയ്ക്കുന്നുണ്ട്. ഫ്ലവറിൻ്റെ ഭാഗങ്ങൾ, തണ്ടിൻ്റെ ഭാഗമല്ല, ഫ്ലവറിൻ്റെ ഭാഗങ്ങൾ കുറച്ച് എടുത്ത് മാറ്റി വയ്ക്കുകയാണ്. തണുത്തതിന് ശേഷം ബാക്കിയുള്ളത് ഒരു മിക്സിയിലിട്ട് നന്നായി പേസ്റ്റാക്കി എടുക്കാം. ആവശ്യത്തിന് വെള്ളം കൂടെ ചേർത്ത് അരച്ചെടുക്കാം. ഇപ്പം ഞാൻ ഒരു കുഴിയുള്ള പാൻ എടുത്ത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുത്തു. ബട്ടർ ഒന്ന് ചൂടായി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലോർ ചേർത്ത് കൊടുക്കാം. ഇനി കോൺഫ്ലോറിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നിടം വരെ നന്നായി ഇളക്കി ഒന്ന് ചൂടാക്കി എടുക്കാം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 1 കപ്പ് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം നന്നായി മിക്സാക്കി എടുക്കുക. എന്നിട്ട് അതൊന്ന് ചൂടായി വരട്ടെ. ഇപ്പം നന്നായി മിക്സാക്കി എടുത്തിട്ടുണ്ട്. അതിലേക്ക് 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുത്തു. ഇനി നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇതൊന്ന് ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് അരച്ച് വെച്ചിരുന്ന ബ്രൊക്കോളി ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ഞാൻ ഒരു കപ്പ് വെള്ളവും കൂടെ ചേർത്ത് ആണ് അരച്ചെടുത്തേക്കുന്നത്. ഇനി ആ മിക്സിയുടെ ജാറിലേക്ക് 1/2 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ച് ഒന്നുകൂടെ ഇളക്കി അത് കഴുകി ഒഴിക്കാം നമുക്ക്. അപ്പോൾ അങ്ങനെ 1.5 കപ്പ് വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതോടൊപ്പം 1 കപ്പ് പാലും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ആ കോൺഫ്ലോറൊക്കെ ഒന്ന് തിളച്ച് വരുമ്പോൾ ഒന്ന് ചെറുതായി ഒന്ന് കുറുകി വരും. തണുത്ത് കഴിഞ്ഞാലും അത്യാവശ്യം കുറുകലേ ഉണ്ടാവുള്ളൂ, ഒരുപാട് കുറുകി പോകത്തില്ല. ഇപ്പം ഞാൻ അതിലേക്ക് മാറ്റി വെച്ചിരുന്ന ബ്രൊക്കോളിയുടെ പീസസ് ഇട്ട് കൊടുക്കുവാണ്. ഇത് നമുക്ക് കുടിക്കുമ്പോൾ ഇങ്ങനെ കടിക്കാൻ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഇനി നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുത്തു. ഇനി നിങ്ങൾ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് തിളച്ച് വരണം. ഇപ്പം എന്താ, നമ്മുടെ സൂപ്പ് നന്നായി തിളയ്ക്കുന്നുണ്ട്. ഇനി അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീം ആഡ് ചെയ്ത് കൊടുക്കാം.
ഫ്രഷ് ക്രീമും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി ഇതൊന്ന് നന്നായി ചൂടായി വരണം. അപ്പോഴേക്കും നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇപ്പം തീ ഓഫ് ചെയ്ത് കൊടുത്താൽ അതിൻ്റെ മുകളിൽ കുറച്ച് ഫ്രഷ് ക്രീമും പെപ്പർ പൗഡറും ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇപ്പം നമ്മുടെ സൂപ്പ് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി അതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റി കൊടുക്കാം. ക്രീമിയും ടേസ്റ്റിയും ആയിട്ടുള്ള നമ്മുടെ സൂപ്പ് ഇവിടെ റെഡിയായി വന്നിട്ടുണ്ട്. ഈ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ടേസ്റ്റി ആയിട്ടുള്ള ബ്രൊക്കോളി സൂപ്പ് ഇവിടെ റെഡിയായി വന്നിരിക്കുകയാണ്. അതിൽ കുറച്ച് ഫ്രഷ് ക്രീമും പെപ്പർ പൗഡറും ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയ ചൂടോടുകൂടി കുടിച്ചാൽ നല്ല സൂപ്പർ ടേസ്റ്റാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും ഇഷ്ടമാവും. നല്ല ഗുണങ്ങളൊക്കെ ഉണ്ട് ബ്രൊക്കോളിക്ക്. അതുകൊണ്ട് ഇതുവരെ ട്രൈ ചെയ്യാത്തവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഡയബറ്റിക് പേഷ്യൻസിനൊക്കെ വളരെ നല്ലതാണ്. വീണ്ടും നല്ല നല്ല വീഡിയോയുമായി കാണാം. സ്റ്റേ സേഫ്, സ്റ്റേ ഹാപ്പി. ബൈ ബൈ.